തൊഴിലധിഷ്ഠിത കോഴ്സുകളാണല്ലോ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. മാനവിക ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഡിഗ്രിയും PGയും ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികൾ പലരും ഇന്ന് മടിക്കുന്നത് 3-4 വർഷങ്ങൾ പഠിച്ചിട്ടും പ്രത്യേകിച്ച് ടീച്ചിങ് അല്ലെങ്കിൽ ഗവേഷണം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ജോലിയും കിട്ടാനില്ല എന്നുള്ളൊരു ആശങ്കയുള്ളത് കൊണ്ടാണല്ലോ. ഡിഗ്രിയും PGയും എടുത്തതിന് ശേഷം അധ്യാപന മേഖലയിലേക്ക് തിരിയണമെങ്കിൽ B.Ed കൂടി പഠിക്കേണ്ട ഒരു സാഹചര്യവും, ഗവേഷണ മേഖലയിലേക്കാണെങ്കിൽ നെറ്റും JRF ഒക്കെ പാസ്സായാലേ അത്യാവശ്യം സ്റ്റൈപ്പൻഡൊക്കെ വാങ്ങി പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നമ്മുടെ പഠന സംവിധാനങ്ങളിലുള്ളത്. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ നീളുന്നൊരു പ്രക്രിയ ആയതുകൊണ്ട് പലരും ഇതിനോട് താല്പര്യം കാണിക്കുന്നില്ല. പഴയ കാലത്ത് ഇംഗ്ലീഷ് ബിരുദത്തിനും മറ്റുമൊക്കെ ഒരു ഗ്ലാമർ ലുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കോഴ്സ് നിലവിൽ ഏതാണ്ട് അപ്രത്യക്ഷമായ രൂപത്തിലാണ് യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകൾ പരതുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സാഹിത്യവും ലിംഗ്വിസ്റ്റിക്സും ഫൊണറ്റിക്സും ഒക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനെന്ന ചോദ്യത്തിന് വല്ല പ്രസക്തിയുണ്ടോ? അധ്യാപനം അല്ലെങ്കിൽ ഗവേഷണം എന്നതിനപ്പുറം ഇംഗ്ലീഷ് ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ ഒട്ടേറെ തൊഴിലവസരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ടെക് ലോകത്ത്. അങ്ങനെ ചില അവസരങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു ഇംഗ്ലീഷ് ബിരുദധാരിക്ക് മൾട്ടിനാഷണൽ കമ്പനികളിൽ ചെയ്യാവുന്ന ജോലികളാണ് പ്രധാനമായും കണ്ടൻറ് അനലിസ്റ്റ്, കണ്ടൻറ് എഡിറ്റർ, ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ, ടെക്നിക്കൽ റൈറ്റർ, കണ്ടൻറ് എഞ്ചിനീയർ, റീഡിംഗ് സ്പെഷ്യലിസ്റ്റ്, ഡെവലപ്മെൻറ്റ് എഡിറ്റർ, ട്രാൻസ്ലേറ്റർ ആൻഡ് ഇൻ്റർപ്രറ്റർ തുടങ്ങിയ ജോലികൾ. ഇനിയിപ്പോൾ ഓരോന്നും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും എന്താണെന്ന്, അതുപോലെ തന്നെ അവർക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്ന ആവറേജ് സാലറികളും എത്രയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി കണ്ടൻറ് അനലിസ്റ്റ്. കമ്പനിയുടെ വെബ്സൈറ്റിലും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും ലേഖനങ്ങളിലും പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കം ഗുണനിലവാരമുള്ളതാണെന്നും കമ്പനിയുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ളതാണെന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പുതിയ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കി ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ളടക്കത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഗൂഗിൾ അനലിറ്റിക്സ് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഉള്ളടക്കത്തിൻ്റെ പ്രകടനം വിലയിരുത്തി വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക. ഡാറ്റ സമയബന്ധിതമായി കൃത്യതയോടെ വിശകലനം ചെയ്ത് ഡാറ്റാബേസിൽ ചേർക്കുക തുടങ്ങിയവയാണ് ഒരു കണ്ടൻറ് അനലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ഏകദേശം എൻട്രി ലെവലിൽ തന്നെ ഒരു വർഷത്തിൽ 3 മുതൽ 4 ലക്ഷം വരെ ഒരു കണ്ടൻറ് അനലിസ്റ്റിന് മൾട്ടിനാഷണൽ കമ്പനികൾ നൽകുന്നുണ്ട്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് അനലിസ്റ്റ് ആകുമ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം 9 ലക്ഷം വരെ സാലറിയാണ് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തതായി കണ്ടൻറ് എഡിറ്റർ. കണ്ടൻറ് റൈറ്റിംഗ് എന്ന മേഖല പൊതുവെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സംബന്ധിച്ച ലേഖനങ്ങളും വെബ്സൈറ്റ് ഉള്ളടക്കവും എഴുതി തയ്യാറാക്കുന്ന ജോലിയാണ് കണ്ടൻറ് എഡിറ്റർക്കുള്ളത്. ഇവ പരിശോധിച്ച് അർത്ഥവും വ്യാകരണവും വായനാനുഭവവും മെച്ചപ്പെടുത്തുക, ഉള്ളടക്കത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക, എഴുത്തിൽ കമ്പനി പിന്തുടരുന്ന ശൈലി ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഒരു കണ്ടൻറ് എഡിറ്ററുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ഏകദേശം എൻട്രി ലെവലിൽ തന്നെ ഒരു വർഷത്തിൽ 4 ലക്ഷം വരെയും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ കണ്ടൻറ് എഡിറ്റർക്ക് 7 ലക്ഷത്തിന് അതിനു മുകളിലുമാണ് ബഹുരാഷ്ട്ര കമ്പനികളിൽ ലഭിക്കുന്ന സാലറി. അടുത്തതായി ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ. പഠനത്തിനുള്ള കോഴ്സുകൾ, പഠന ലക്ഷ്യങ്ങൾ, കോഴ്സുകളുടെ രൂപകൽപ്പന, ട്രെയിനിങ് മെറ്റീരിയലുകൾ, ലേണിംഗ് മെറ്റീരിയലുകൾ തുടങ്ങിയവ തയ്യാറാക്കുക എന്നതാണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനറുടെ പ്രധാന ഉത്തരവാദിത്തം. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം LMS, ആർട്ടിക്കുലേറ്റ് സ്റ്റോറി ലൈൻ 360, അഡോബ് ക്യാപ്റ്റിവേറ്റ്, ക്യാൻവ, MS PowerPoint തുടങ്ങിയവയിലെ സാങ്കേതിക പരിചയം ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനർക്ക് അഭികാമ്യമാണ്. അധ്യാപന പരിചയമുള്ളവർക്ക് ഈ മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം എൻട്രി ലെവലിലുള്ള ഒരു ജോലിക്കാരന്, ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനർക്ക് വർഷത്തിൽ 7 ലക്ഷം വരെയും, ഒരു സീനിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഡിസൈനർക്ക് 28 ലക്ഷം വരെയും സമ്പാദിക്കാവുന്നതാണ്. അടുത്തതായി ടെക്നിക്കൽ റൈറ്റർ. സാങ്കേതിക വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കുകയാണ് ഒരു ടെക്നിക്കൽ റൈറ്ററുടെ പ്രധാന ഉത്തരവാദിത്തം. യൂസർ മാനുവൽ, ഇൻസ്റ്റലേഷൻ ഗൈഡ്, ട്രിബിൾ ഷൂട്ടിംഗ് ഗൈഡ് ലൈൻസ്, റിലീസ് നോട്ട്സ്, ഫാക്സ് എന്നിവയെല്ലാം തയ്യാറാക്കുന്നത് ടെക്നിക്കൽ റൈറ്ററാണ്. ഒരു ടെക്നിക്കൽ റൈറ്ററുടെ എൻട്രി ലെവലുള്ള വാർഷിക വരുമാനം ഏകദേശം 4 ലക്ഷം രൂപയും, സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ റൈറ്റർക്ക് 22 ലക്ഷവും ഒക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ നൽകി വരുന്നത്. അടുത്തതായി കണ്ടൻറ് എഞ്ചിനീയർ. സാങ്കേതിക വിവരങ്ങളിൽ ഹെഡിങ്, സബ് ഹെഡിങ്, മെറ്റഡേറ്റ, ടാഗിങ് എന്നിവയെല്ലാം ഉറപ്പാക്കുന്നവരാണ് കണ്ടൻറ് എഞ്ചിനീയേഴ്സ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഉള്ളടക്കത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതും ഇവർ തന്നെയാണ്. കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കം നിയന്ത്രിക്കുകയും കണ്ടൻറ് എഞ്ചിനീയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഏകദേശം എൻട്രി ലെവലിൽ 3.5 ലക്ഷവും
സീനിയർ ലെവലിലേക്ക് എത്തുമ്പോൾ 7 ലക്ഷത്തിലധികവുമാണ് ഒരു കണ്ടൻറ് എഞ്ചിനീയറുടെ വരുമാനം. റീഡിംഗ് സ്പെഷ്യലിസ്റ്റ്. വിദ്യാഭ്യാസ രംഗത്തെ തൊഴിലവസരമാണ് ഈ റീഡിംഗ് സ്പെഷ്യലിസ്റ്റ്. വിദ്യാർത്ഥികളുടെ വായനാ നിലവാരം പരിശോധിക്കുക, വായന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, കുട്ടികളുടെ വായന വർദ്ധിപ്പിക്കുക, അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഒരു റീഡിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. എൻട്രി ലെവലിൽ ഏകദേശം 1 ലക്ഷം മുതൽ 6 ലക്ഷം വരെയും സീനിയർ ലെവലിൽ ഏകദേശം 18 ലക്ഷത്തിലധികവുമാണ് ഒരു റീഡിംഗ് സ്പെഷ്യലിസ്റ്റിന് സ്വാഭാവികമായും കിട്ടുന്ന സാലറി. അടുത്തതായ ഡെവലപ്മെൻറ്റ് എഡിറ്റർ. പുസ്തക പ്രസാധന രംഗത്തെ ജോലിയാണ് ഡെവലപ്മെൻറ്റ് എഡിറ്റർ. എഴുത്തുകാർ തയ്യാറാക്കിയ ഉള്ളടക്കത്തിൻ്റെ വാചക ഘടന, ആശയങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുകയും അധ്യായങ്ങളുടെ ക്രമം തീരുമാനിക്കുകയും ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് എഡിറ്ററാണ്. എഴുത്തുകാരുമായി ആശയവിനിമയം നടത്തി എന്ത് മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുകയും ഡെവലപ്മെൻറ്റ് എഡിറ്റർ ചെയ്യും. ഏകദേശം എൻട്രി ലെവലിൽ 7 ലക്ഷം രൂപയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീനിയർ ഡെവലപ്മെൻറ്റ് എഡിറ്റർക്ക് 13 ലക്ഷത്തിലധികവും രൂപ സമ്പാദിക്കാവുന്നതാണ്. അടുത്തതായി ട്രാൻസ്ലേറ്റർ. ഒരു ട്രാൻസ്ലേറ്ററുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് എഴുത്തു രൂപത്തിൽ മൊഴിമാറ്റം നടത്തുക എന്നതാണ്. ഇതിനടിസ്ഥാനപരമായി നമുക്ക് 2 ഭാഷയിലും അവയുടെ കൾച്ചറുകളിലും കൃത്യമായ ധാരണയും അറിവും ഉണ്ടായിരിക്കണം. ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു തസ്തികയാണ് ഇൻ്റർപ്രറ്റർ. പക്ഷേ ഒരു ഇൻ്റർപ്രറ്റർ കോൺഫറൻസുകളും പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെ ആ സഭയിൽ വെച്ച് തന്നെ മൊഴിമാറ്റം നടത്തുകയാണ് ചെയ്യുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭരണ നേതാക്കന്മാരൊക്കെ മറ്റ് രാഷ്ട്രങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ചെവിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് പ്രധാനമായും ഇൻ്റർപ്രറ്റർമാരായിരിക്കും. ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന മറ്റ് ഭാഷകളിൽ ഇറങ്ങുന്ന വെബ് സീരീസുകളും മറ്റുമൊക്കെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളോടുകൂടി ഇറക്കുന്നതിന് വേണ്ടി ട്രാൻസ്ലേറ്റർമാരെ നല്ല രൂപത്തിൽ തന്നെ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഒരു ട്രാൻസ്ലേറ്റർക്ക് എൻട്രി ലെവലിൽ തന്നെ 2 ലക്ഷവും സീനിയർ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് 10 ലക്ഷവും അതിലധികവുമായിട്ട് ഉയരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം തസ്തികകളിലേക്ക് ബഹുരാഷ്ട്ര കമ്പനികൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുക? മാർക്കിനല്ല, കഴിവുകൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ലഭിക്കാൻ നൈപുണ്യ വികസനം അനിവാര്യമാണ്. കഴിവിനാണ് മാർക്കിനേക്കാൾ പ്രാധാന്യം അവർ നൽകുന്നത്. ആഗ്രഹിക്കുന്ന മേഖലയിൽ ജോലി ലഭിക്കാൻ പഠന സമയത്ത് തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഇൻറ്റേൺഷിപ്പും പാർട്ട് ടൈം അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോലികളും നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ നല്ല പോർട്ട്ഫോളിയോ തയ്യാറാക്കിയാൽ ജോലി സാധ്യത വർദ്ധിക്കും. ലിങ്ക്ഡിൻ ലേണിംഗ് വഴി ഇഷ്ടമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നൈപുണ്യ വികസന സർട്ടിഫിക്കറ്റുകൾ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണല്ലോ. കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിക്കുന്നതും ഇത്തരം ആളുകൾക്ക് അഭികാമ്യമാണ്. ആക്സെഞ്ചർ, കോഗ്നിസൻറ്റ്, TCS, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനികളുടെ ലിങ്ക്ഡിൻ, നൗകരി പ്ലാറ്റ്ഫോമുകളിലെ അക്കൗണ്ട് ഫോളോ ചെയ്താൽ ജോബ് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്തരം മേഖലകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ. Thank you for watching.